തീർച്ചയായിട്ടും നമുക്ക് വൈദികർ ആവശ്യമുണ്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ വീട്ടില് എനിക്കൊരു ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്കൊരു അനിയൻ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പക്ഷെ ഞാൻ പറയുമായിരുന്നു ഒരു അച്ഛനാവാൻ. നമ്മള് വിശുദ്ധരായ നല്ലൊരു അച്ഛന്മാരെ കിട്ടണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹങ്ങള്. ദൈവജനം ഇനിയും ഒരുപാട് നല്ല വൈദികർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ഡീക്കൻ ആൽബിൻ ചൂണ്ടൽ ഇടവക. എൻ്റെ പേര് ക്രിസ്റ്റോ തേക്കാനത്ത്. എൻ്റെ വീട് കോനിക്കര ഇടവകയാണ്. എൻ്റെ പേര് നിതിൻ പൊന്നാരി, ഇടവക നെന്മണിക്കര. ഞാൻ ജെയ്സൺ പഴയടത്ത്, എൻ്റെ ഇടവക കുണ്ടുകാട്. ഞാൻ ഡീക്കൻ ജിയോ ആലപ്പാട്ട്, ആമ്പക്കാട് ഇടവക്കാരനാണ്. പേര് ജിജോ അടക്കളത്തൂർ, ഒരുമനയൂർ ഇടവക. ഞാൻ പ്രിജോ അടക്കേത്തല, തലൂർ ഇടവക. ഞാൻ ഡീക്കൻ ഡിൻഡോ വല്ലച്ചിറക്കാരൻ, മരിയാപുരം ഇടവക. ഞാൻ ഫ്രാൻസിസ് പുത്തൂക്കര, ഇടവക വേലൂർ. ഞാൻ ബിജോയ് പൊൻപറമ്പിൽ, കുണ്ടന്നൂർ ഇടവക. മെയിനായിട്ട് നമ്മുടെ കുർബാന അർപ്പിക്കുമ്പോൾ ആ അച്ഛൻ കുർബാന അർപ്പിക്കുന്നത് കാണുമ്പോൾ ആ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരു ദൈവിക അനുഭവം പകർന്നു തരാൻ ആ അച്ഛന് കഴിഞ്ഞാൽ ആ അച്ഛൻ വലിയൊരു പുണ്യം ചെയ്ത അച്ഛനായിരുന്നു. സെമിനാരിൽ ചേരുമ്പോൾ തന്നെ നന്നായിട്ട് ഈ വൈദിക വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ കണ്ടിട്ടുള്ള ഒരു ആഗ്രഹമാണ് എൻ്റെ തുടക്കം. അതിന് ദൈവബലിയുടെ തുടക്കം എന്ന് പറയുന്നത് അന്ന് മുതലുള്ള ഒരു ആഗ്രഹമാണ്. നന്നായിട്ട് വിശുദ്ധ ബലി അർപ്പിക്കണം, വിഷ്ണുബലി അർപ്പിക്കുന്ന ഒരു വൈദികനാണെന്നുള്ള ആഗ്രഹം ചെറുപ്പകാലം തൊട്ടേ എൻ്റെ മനസ്സിലുണ്ട്. അത് തുടർന്നും അച്ഛനാകുമ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് നന്നായിട്ട് വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നതായിരിക്കും. ദൈവം നമ്മുടെ കയ്യിൽ വരാണല്ലോ, അപ്പൊ അതിനെക്കുറിച്ചൊരു ഭയമുണ്ട്. അതിനേക്കാളുപരി അതെനിക്ക് സാധിക്കുമെന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. എന്നെ സൃഷ്ടിച്ച ദൈവം എൻ്റെ കൈകളിൽ വരുമ്പോൾ അതൊരു വലിയ ഫീലാണ്. എന്ന് പറയുമ്പോൾ നമുക്ക് വിശുദ്ധ കുർബാനയാണ് കൂടുതലായിട്ട് പറയാനുള്ളത്. വിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു ആത്മീയമായൊരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട്. കുർബാനയിൽ നമ്മൾ പങ്കെടുത്തു എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കണം. ഒരു വൈദികന്റെ കുർബാന നമ്മൾ പങ്കുകൊള്ളുന്നു. ഒരുപാട് പരിപാടികൾ, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അച്ഛന്മാർ നല്ലതാണ്, പിള്ളേരൊക്കെ കൂട്ടുപിടിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി അവർക്ക് വേണ്ടി ഒന്ന് എന്താ പറയുക, ദൈവത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ കുർബാനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്താൻ, അല്ലെങ്കിൽ കുർബാന മനോഹരമായിട്ട് ചെല്ലാൻ കഴിയുന്ന, അല്ലെങ്കിൽ ദൈവത്തിനെ മഹത്വപ്പെടുത്താനുള്ള ഒരു ഫീലോട് കൂടി ചെല്ലണ അച്ഛന്മാരെയാണ് പലപ്പോഴും ആൾക്കാർ അല്ലെങ്കിൽ ഇടവക്കാർ ഇഷ്ടപ്പെടുന്നതും ആവശ്യപ്പെടുന്നതും അങ്ങനെയുള്ള അച്ഛന്മാരെയാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് പ്രാർത്ഥനാ നിയോഗങ്ങൾ ചേർത്ത് വെച്ച്, ഓരോരുത്തരുടെ ജീവിതങ്ങൾ ചേർത്ത് വെച്ച്, വിശുദ്ധിയോട് കൂടിയിട്ട് പ്രാർത്ഥനകളുടെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് അർപ്പിക്കണമെന്നാണ് നല്ലത്. പണ്ടൊക്കെ ചെറുപ്പത്തിൽ പള്ളിയിൽ കയറി ചെല്ലുമ്പോൾ അച്ഛന്മാർ അവിടെ നിന്ന് പ്രാർത്ഥനയിങ്ങനെ നടന്ന് പ്രാർത്ഥന, അതൊക്കെ യാമ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു. ആത്മീയത കുറച്ച് എല്ലാവർക്കും ഒരു കുറവിൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. ഒരച്ഛൻ എന്നതുള്ളത് നല്ല പ്രാർത്ഥന നന്നായിട്ടുണ്ടാവണം. നല്ല പ്രാർത്ഥനയിലും വിശുദ്ധിയിലും ജീവിക്കുന്ന അച്ഛന്മാരെയാണ്. ആൾക്കാരെ സഹായിക്കണം, പ്രാർത്ഥിക്കണം. എപ്പോഴും ഒരു പ്രാർത്ഥനയിൽ ആയിരിക്കുക, അതായത് വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം പൗരോഹിത്യത്തിലൂടെ നയിക്കുക എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഒരു ആധ്യാത്മിക ജീവിതം അത് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വികാരിയച്ഛൻ ശരിക്കും ഇരിക്കണം തന്നെയാണ് എൻ്റെയും അഭിപ്രായം. ഇപ്പോൾ ഈ വൈദികരുടെ മധ്യസ്ഥൻ, ഇടവക വൈദികരുടെ മധ്യസ്ഥൻ ആർച്ചിലെ ജോൺ മരിയ വിയാനി, അപ്പോൾ അത് തന്നെ ഒരു ഗ്രേറ്റ് എക്സാമ്പിളാണ്. ആ വിയാനി എന്ന് പറഞ്ഞ വിശുദ്ധ എപ്പോഴും കുമ്പസാരക്കൂട്ടിൽ ജനങ്ങളുടെ ഇത് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അല്ലേ. യേശുവിന്റെ സ്ഥാനത്താണല്ലോ നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് ഒരു അച്ഛൻ എന്നുള്ള ഒരു യേശുവിന്റെ സ്ഥാനത്താണല്ലോ നമുക്ക് മനസ്സ് പറഞ്ഞ് പറയാനും ഒക്കെ പറ്റുന്നത് അച്ഛന്മാരോട് തന്നെയാണ്. കുമ്പസാരം എന്ന കൂദാശയിലൂടെ അവരെ സുഖപ്പെടുത്തണം. അത് ഈശോ അതിനുവേണ്ടി എന്നെ ഒരുക്കുന്നു, അതിനുള്ള ഉപകരണമായിട്ട് തീരണം എന്ന ഒരു ആഗ്രഹം എനിക്കുണ്ട്. ചെറുപ്പം മുതലേ സെമിനാരിൽ ചേർന്ന പിന്നെ വിയാനി പുണ്യാളനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ പുണ്യാളനെ പോലെ ആവണമെന്നൊരു ആഗ്രഹമുണ്ട് കുമ്പസാരക്കൂട്ടില്. കാരണം ദൈവത്തിന്റെ കാരുണ്യം പെട്ടെന്ന് അറിയാൻ പറ്റുന്നൊരു സ്ഥലം കുമ്പസാരക്കൂടാണ്. അത് എൻ്റെ കരങ്ങളിലൂടെ സാധിക്കുമ്പോൾ അതിൽ സന്തോഷമുണ്ട്. അപ്പോൾ കുമ്പസാരിപ്പിക്കുന്ന ഒരു വൈദികനാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളെപ്പോഴുള്ള ആത്മാർക്ക് അച്ഛന്മാരോടൊരു ബഹുമാനമല്ല, അവരെ കാണുന്നത് അറിയും. ആ ഒരു റെസ്പെക്ട് ഈ ശുഭിക്ക് സുന്ദരം അറിയും.
നമ്മൾ ഈശോയുടെ ഒരു പ്രതിപുരുഷൻ എന്ന നിലയ്ക്കാണ് ഓരോ അച്ഛന്മാരെയും കാണുന്നത്. അപ്പോൾ അത് ആ ഒരു രീതിയിൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോകും. ഒരു പേടിയോടെ തന്നെയാണ് കാണുന്നത്. കാരണം അവരൊന്ന് സ്തുതി പറയുമ്പോഴൊക്കെ ഉള്ളൊരു നീറ്റലാണ്. ഈശോയ്ക്ക് സ്തുതി പറയണം, ഈശോയെ പോലെ നമുക്കൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല ഈശോ ആ രീതിയിലൊന്നും. പക്ഷേ നമ്മൾ ഇത്രയും കാലത്തെ അനുഭവങ്ങളിൽ നിന്ന് പരമാവധി ഞാൻ സുവിശേഷങ്ങളിലെ കണ്ട ഈശോയിലേക്ക് നമ്മൾ വളരെ ശ്രമിക്കുകയാണ്. അത് വെല്ലുവിളി തന്നെയാണ്. കാരണം നമ്മൾ ഈശോനെ എടുത്ത് ചേർത്തുമ്പോൾ ഇത് എന്റെ ശരീരമാണെന്നൊക്കെ പറയുമ്പോൾ ഉള്ളൊരു ഡീറ്റെയിലുണ്ട്. ഇതൊരു വൻ കമ്മിറ്റ്മെന്റ് ആണല്ലോ. കാരണം ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണ് അച്ഛനായിരിക്കുക എന്നുള്ളത്. പിന്നെ ബാക്കിയുള്ളവർക്ക് ഒരു മാതൃകയായിരിക്കണം. അച്ഛന്മാരെ മാതൃകയാണെന്നാണ് ഞങ്ങളുടെ വിചാരം. കാരണം അച്ഛനെ കണ്ടാണ് കൂടുതലും പിള്ളേരുകളും ഒരു വൈദികനാവാനായിട്ട് കൂടുതലും ഒരു താല്പര്യം കാണുന്നത്. പരിശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കുമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് കാരണം എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ പരിശ്രമിക്കും. മറ്റുള്ളവരെ നോക്കുമ്പോൾ എന്നിലൊരു ക്രിസ്തുവിനെ കാണാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്നതാണ്. ദൈവത്തിനെ ആശ്രയിക്കുമ്പോൾ എല്ലാം സാധ്യമാകുമെന്ന ചിന്തയാണ് എനിക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിതകാലത്തിന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെയും ദൈവത്തോട് ചേർന്ന് നിന്ന് ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ശരിക്കും ഒരു പുരോഹിതന്റെ വേല ശരിക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം ഞാൻ ഈ പുത്തമ്പുള്ളിയിൽ ഞാൻ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ അഡോറേഷൻ കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് ഒരു അച്ഛനോട് ജസ്റ്റ് ഒന്ന് ബ്ലെസ്സിങ് വാങ്ങിയതാണ്. അപ്പൊ ആള് ജസ്റ്റ് കൈവച്ചപ്പോൾ ഞാൻ ബാക്കിലേക്ക് പോയി. പക്ഷെ ആ അച്ഛൻ അങ്ങനെ വിചാരിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല. പക്ഷെ അച്ഛന്മാർക്ക് ഒരു പവർ ഉണ്ട്. നമ്മൾ വൈദിക പദവി സ്വീകരിക്കുമ്പോൾ തന്നെ സ്വീകരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതെല്ലാം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിൽ നിലനിൽക്കാനായിട്ട് അല്ലെങ്കിൽ അത് നമ്മൾ ജനങ്ങൾക്ക് ശുശ്രൂഷയായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പരിശ്രമിക്കേണ്ടതുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ ഞാൻ അതിനൊരു വഴിയായിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. പൗരോഹിത്യത്തിലെ കൈവെപ്പ് ശുശ്രൂഷ വഴി ലഭിക്കുന്ന ഒരുപാട് വരദാനങ്ങളുണ്ട്. അത് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലൂടെ, ഈ ഒരു പൗരോഹിത്യ ജീവിതത്തിലൂടെ അത് പ്രാർത്ഥിച്ചൊരുങ്ങി ആ വരദാനങ്ങളെ ദൈവജനത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ബൈബിളിനെ പറ്റി തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. അത് നിന്ന് അച്ഛൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിയുന്നത്. സമയം കൊടുത്ത് തന്നെ ഞാൻ ഓരോ പ്രസംഗങ്ങളും ഒരുങ്ങി ചെയ്യാനാണ് ഒത്തിരി സമയം ചെലവഴിക്കാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ഡീക്കൻസ് ചെയ്തപ്പോഴൊക്കെ ഒത്തിരി സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി ബൈബിളാണെങ്കിലും മറ്റു പുസ്തകങ്ങൾ വായിച്ചിട്ടാണെങ്കിലും അത് നൽകാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അത് തുടർന്നും ചെയ്യാനായിട്ട് പൗരോഹിത്യ ജീവിതത്തിലും ശ്രമിക്കും. ജനങ്ങളിൽ ആ സുവിശേഷവുമായി ബന്ധപ്പെട്ട് അത് എനിക്ക് തന്നെ ഒരു പരിവർത്തനമാണ്. എനിക്കും ചിന്തിക്കാനും എൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് പരമാവധി ഞാൻ ഒരുങ്ങി പ്രസംഗം പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. യൂത്താണ് മെയിൻ. യൂത്തിനെയാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യുവജനങ്ങൾ കുറെ നന്മയുണ്ട്. ആ നന്മയോട് ഇഴുകി ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരൊരിക്കലും ഇങ്ങനെ മാറ്റി നിർത്താതെ കൂട്ടി നിർത്തിയാലാണ് മുന്നോട്ട് പോവുള്ളൂ എന്നുള്ള ഒരു പക്ഷേ എനിക്കെങ്കിലും എൻ്റെ മിനിസ്ട്രിയിൽ മുന്നോട്ട് പോകാൻ യുവജനങ്ങളെ കൂട്ടി നിർത്തി അവരുടെ രീതികളോട് ചേർന്നിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവരെ കൂട്ടി നിർത്തുമ്പോൾ അവരെ ഈശോയിലേക്ക് കുറെ കൂടെ അടുപ്പിക്കാൻ ആത്മാർത്ഥമായിട്ടുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. യൂത്തിന്റെ അടുത്ത് അവരൊരു കൂട്ടുകാരനെ പോലെ അവർക്കെല്ലാം തുറന്നു പറയാൻ പറ്റി അവരൊക്കെ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ ഈശോയിലേക്ക് അടുക്കാൻ സാധ്യതയുണ്ട്. അതിലുപരി നമ്മൾ വലിയ പ്രോഗ്രാമുകൾക്കൊന്നും ഫോക്കസ് ചെയ്യാതെ എൻ്റെ ഒരു ശൈലി അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണേ. അവരുടെ ഇടയിൽ നല്ലൊരു കൂട്ടുകാരനായിരിക്കുക, ആ സൗഹൃദത്തിലൂടെ അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്നുള്ള രീതിയിൽ. പക്ഷെ അച്ഛന്മാരുണ്ടല്ല അവരുടേതായിട്ടുള്ള ആ ലോഹിട്ട് കാണാനാണ് ഞങ്ങൾക്ക് താല്പര്യം. ഞങ്ങളുടെ റൂമിലൊക്കെ ഇരിക്കുമ്പോൾ എന്തോ ആവട്ടെ, പക്ഷെ പുറത്തേക്ക് വരുമ്പോൾ എന്താ ആഗ്രഹമുണ്ട്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു പുരോഹിത ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവന്റെ തിരുവസ്ത്രമാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്, തിരുവസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ ഒരു വസ്ത്രത്തിനായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഫുൾ ടൈം പറ്റുവാണെങ്കിൽ ലോഹയിൽ നടക്കാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം. വസ്ത്രത്തോട് അതിനൊരു സ്നേഹമുണ്ട്. ജനങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങളെ അംഗീകരിക്കാണ്ട് അച്ഛൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുന്ന അച്ഛന്മാരെ ആരും ഇഷ്ടപ്പെടുന്നില്ല. എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് പുതിയതായിട്ട് വരുമ്പോൾ ജനങ്ങളുമായി പരസ്പരം പങ്കുവെച്ചും അവരുമായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് ദൈവജനത്തിന് ഏറ്റവും ഉതകുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാവുന്ന രീതിയിൽ അവരുമായി പരസ്പരം തീരുമാനങ്ങളൊക്കെ എടുത്ത് ജനത്തെ നയിക്കുക എന്നുള്ളതാണ്. അവരുടെ വശത്തു നിന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മധ്യസ്ഥനാവാൻ എനിക്ക് ജനങ്ങളെ ഏറ്റവും അടുത്തറിയുന്ന ഒരു അച്ഛനാവണം എന്നുള്ളതാണ് ആഗ്രഹം. അവരോട് നന്നായി സംസാരിക്കാൻ കഴിയുന്ന, അവരുടെ ജീവിതമായിട്ട് ഏറ്റവും അടുത്തറിയുന്ന ഒരു അച്ഛനാവുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും താല്പര്യം.
എൻ്റെ ഒരു ആഗ്രഹം കുറേ കൂടെ കേൾക്കാൻ, ഇരുന്ന് കേൾക്കാൻ, ഓടാതെ ഇരുന്ന് കേൾക്കാൻ, അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് അതിൽ പ്രാർത്ഥിക്കുന്നതിന് കുറച്ചും കൂടെ ഡെപ്ത് ഉണ്ട്, അത് ഗ്രാവിറ്റി ഉണ്ട്. അപ്പോൾ കുറേ കൂടെ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു അച്ഛനാവാനാണ് ഇഷ്ടം. അച്ഛന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഭയുടെ കാര്യങ്ങളൊക്കെ അനുസരണം ഇപ്പൊ തീരെയില്ലാത്തത്. എന്റെ ജീവിതം ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ചില കാര്യങ്ങൾ അധികാരികൾ പറയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അനുഭവിച്ചൊരു കാര്യം, അത് അനുസരിക്കുമ്പോൾ ഒരു പക്ഷേ അതിനെ അപ്പുറത്തേക്ക് കുറെ ദൈവകൃപ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ കാലഘട്ടത്തിലൊക്കെ നോക്കുമ്പോൾ അനുസരണത്തിന് വില കൊടുത്തപ്പോൾ അത് ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ഇടയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പുണ്യമായിട്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കരുതാണ്. ഇഷ്ടം മാത്രമല്ല, ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമ്മളുടെ മേലധികാരികൾ അനുസരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും പുണ്യം തന്നെയാണ്. അവിടെ എൻ്റെ ഇഷ്ടത്തിനേക്കാൾ ഉപരിയായിട്ട് അധികാരികളുടെ, അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു സ്വരം കേൾക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത്. അച്ഛന്മാരും ഉണ്ട്, പണക്കാരോട് മാത്രം ഇത് പാവങ്ങളോട് ഇതില്ലാണ്ട് നിൽക്കുക, അങ്ങനെയുള്ള അച്ഛന്മാരും ഉണ്ട്, അല്ലാത്ത അച്ഛന്മാരും ഉണ്ട്. ഞാൻ വളർന്നു വന്നൊരു സാധാരണക്കാരൻ്റെ മകനായിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരൊരു വൈദികന് എത്രമാത്രം കാര്യങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അച്ഛനായി ഒരിക്കലും പാവപ്പെട്ടവരെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടാവില്ല. എപ്പോഴും എല്ലാവരും ഒരുപോലെ കാണും. എനിക്ക് അച്ഛന്മാരെ പറ്റി പോസിറ്റീവ് ആയിട്ടല്ലാതെ നെഗറ്റീവായിട്ടൊന്നും പറയാനായിട്ട് അറിയില്ല. ഞാൻ അവരെ അത്രയും ഇതായിട്ട് കരുതുന്ന ആൾക്കാരാണ്. ദൈവത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പം അവരെ നമ്മൾ അത്രയും ആത്മാർത്ഥതയായിട്ട് നമ്മൾ കാണാൻ പറ്റുള്ളൂ. എൻ്റെ ദൈവവിളിയിൽ ഞാൻ കരുതുന്നത്, എൻ്റെ ശക്തിയായിട്ട് ഞാൻ കരുതുന്നത് ഒത്തിരി പേരുടെ പ്രാർത്ഥനകളാണ്. ഞാൻ ഇന്ന് റൊമാന സെമിനാരി വന്നത് മുതൽ ഇന്നിപ്പോൾ ഈ സമയമായിരിക്കുന്നത് വരെ അത് എൻ്റെ മാത്രം കഴിവായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഒരുപാട് പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കും. അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അച്ഛന്മാരുടെ എല്ലാ ഇടവ സമൂഹം നന്നാവുള്ളൂ. അച്ഛനാവാനായിട്ട് ആഗ്രഹമുണ്ടോ? ദൈവജനത്തിന്റെ നിലവിളിക്കുള്ള ദൈവത്തിന്റെ പ്രത്യുത്തരമാണ് പൗരോഹിത്യ ദൈവവിളി. പൗരോഹിത്യം സ്വീകരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഡീക്കന്മാർക്കും പ്രാർത്ഥനാപൂർവം ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ ബലിയാകുവാ, തിരുബലിയേകുവാ, എന്നെ വിളിച്ചെന്റെ നാഥൻ നിത്യമാം ജീവൻ നേടാ. പാരിലെ യാഗവേദിയിലായി ബലിവസ്തുവായി ബലിയാ